ചായ ഒന്ന് കിട്ടുവോ? ഇങ്ങനെ പേളം നിക്കണേ ചായല്ലേ പിന്നെ ചായ ഐസിട്ട് തരാന്നാ താഴോട്ട് പൊട്ടിക്കും. ചൂടല്ലേ മതിയാ. പിന്നെ നമ്മുടെ അച്ചുല്ലേ അച്ചു, എന്റെ ചിറ്റപ്പന്റെ മോൻ, ആ അച്ചു വിളിച്ചിട്ടുണ്ടായി. അവന് 2 കൂട്ടുകാരും കൂടി ഇങ്ങോട്ട് വന്നിണ്ടെന്ന്. എന്തിനാ? വെറുതെ അവർക്ക് ഏതാണ്ട് ഒരു പ്രോജക്റ്റ് ഉണ്ട്, കൂട്ടുകുടുംബം. ആ അത് ചെയ്യാൻ വേണ്ടിട്ട്. എന്ത് പ്രോജക്റ്റ്? കൂട്ടുകുടുംബം. ആ അവനിവിടെ 2 ദിവസം വന്ന് നിക്കുന്നു. ഒന്നുമില്ല, അമ്മോടെ കൂടെ പറഞ്ഞോ. അമ്മയടുത്ത് പറയാം. പിന്നെ എങ്ങനെയാണ് ഇത് കൂട്ടുകുടുംബാവണത്? നമ്മളെ അമ്മയും 2 പേരും മാത്രമല്ലേ ഉള്ളൂ, പിന്നെ അവരൊക്കെ അവിടെ അല്ലേ? അവന് ചിലപ്പോ തോന്നിയിട്ടുണ്ടാവും ഇത് കൂട്ടുകുടുംബാന്ന്. എന്തെങ്കിലും ആയിക്കോട്ടെ. ഞാൻ അങ്ങോട്ട് വരാട്ടോ എന്ന് പറയുമ്പോ എനിക്ക് ചോദിക്കാൻ പറ്റുമോ ഇതെങ്ങനെ കൂട്ടുകുടുംബാവണേ, നിനക്ക് എന്തിനാ ഇവിടുത്തെ പ്രോജക്റ്റ് എന്നൊക്കെ ചോദിക്കാൻ പറ്റുമോ? വരും. നോക്കട്ടെ, അമ്മോടെ കൂടെ പറഞ്ഞോട്ടോ. പറയാന്ന ആൾക്കാർ ഒരുപാട് പേര് നിന്നെപ്പറ്റി പരാതി പറഞ്ഞിട്ട് നിന്നെ ഞാൻ തിരിച്ചെടുത്ത് എന്താണെന്നറിയാമോ? നിന്റെ ഭാര്യ വന്ന് എൻ്റെ തങ്കത്തിനെ കണ്ട് കരഞ്ഞ് കാല് പിടിച്ചോണ്ടാ. പലരും പുറത്ത് പറയുന്നുണ്ട് എന്നെ നീ സ്വാധീനിക്കുന്നുണ്ടെന്ന്, അതുകൊണ്ടൊന്നും അല്ല കേട്ടോ. പക്ഷെ നീ എന്തായാലും എന്നെ കാല് വാരിയത് ഒട്ടും ശരിയായില്ല നടരായ. പിന്നെ എനിക്കറിയാം എന്നെ കാല് വാരിയിട്ട് എവിടെ ജയിക്കാൻ, പാർട്ടി പാനലൊന്ന് തോറ്റല്ലോ, അത് അങ്ങനെ വരുള്ളൂ. സത്യത്തിൽ നീ എന്തിനാണ് എന്നെ അന്ന് കാല് വാരിയത്? അതൊന്ന് പറ. പ്രധാനമന്ത്രിയാവാനാ? അതിന് നീ എന്നോട് പറഞ്ഞാൽ ഞാൻ നിന്നെ പ്രധാനമന്ത്രി ആക്കൂലേ? ആദ്യം ഇപ്പൊ ഇരിക്കുന്ന പ്രധാനമന്ത്രി ഒന്ന് ഇറങ്ങട്ടെ, അത് കഴിഞ്ഞ് നിന്നെ ഞാൻ പ്രധാനമന്ത്രി ആക്കാം കേട്ടാ. ഒന്ന് നോക്കിക്കോണം, നമ്മളെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഇറങ്ങുമ്പോൾ നടരാജനെ തന്നെ നമുക്ക് അവിടെ ഇരുത്തണം. പിന്നെ ഇത് എന്റെ പുതിയ സെക്രട്ടറി, നീ പോയപ്പോ ഞാൻ അപ്പോയിന്റ് ചെയ്താ കോമളൻ, അറിയാലോ? ആ പിന്നെ എനിക്ക് 2 സെക്രട്ടറിമാരോടായിട്ട് രഹസ്യമായിട്ടൊരു കാര്യം പറയാനുള്ളൂ. നടരാജോട് നിൽക്ക്, കോമളമ്പാ. ഇതിന്റെ പഴയ സെക്രട്ടറി ഒക്കെ ആണെങ്കിലും നീ ഒന്ന് കാര്യമായിട്ട് കണ്ണു വെച്ചോണം. കേട്ടോ കോമള എവിടെ വന്നോ? ഞാൻ പുതിയതായിട്ട് അപ്പോയിന്റ് ചെയ്ത ആളാണെങ്കിലും എനിക്ക് വിശ്വാസം നിന്നെ തന്നെയാണ്. ശ്രദ്ധിച്ചോ? മതി. അത് മതി. പിന്നെ നമുക്ക് പാർട്ടിയുടെ പ്രവർത്തനങ്ങളൊക്കെ കുറെ ആർക്ക് വായുവിളി ഓടിക്കാൻ പോണ്ട. നോക്കണേ നോക്കണേ നോക്കി പേടിപ്പിക്കണോ? പെട്ടെന്നടാ പോയിടാ. കളിക്കരുത്. ആൾക്കാരുടെ നെഞ്ചത്ത് കയറ്റിയാണ് വണ്ടി ഓടിക്കുന്നത്. തട്ടിയ ദേഹത്തട്ടിയാ സാറേ, ആ പിള്ളേര് സാറിനെ വിളിച്ച കേട്ടാ. പോടാന്ന്. എന്നെ പോടാന്ന് അവന്മാര് വിളിക്കില്ല, അത് നിങ്ങളെ ആരെങ്കിലും. എന്നാ പിന്നെ ഇയാളെ ഇരിക്കും. എന്നെ അങ്ങനെ വിളിക്കും, ഇയാൾ തന്നെയാണ്. അതിന്റെ പേരിൽ 2 കൂടെ ഇവിടെ തമ്മിൽ അടിക്കണ്ട. നമ്മളിപ്പോ സത്യത്തില് അങ്ങോട്ടാ അല്ലേ? വേണ്ട, അവിടെ കച്ചവട പിള്ളേർ പോയിക്കണം, നമുക്ക് അങ്ങോട്ട് പോകട്ടെ. വെറുതെ നമ്മളായിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട, നമുക്ക് ഇങ്ങോട്ട് പോകാം. നല്ലത്. നമ്മുടെ കാര്യങ്ങൾ നോക്കി. വിളിച്ചത് നിങ്ങൾ തന്നെ കേട്ടോ, ഉറപ്പാ. വിളിച്ചത് ഈ അദ്ദേഹത്തിന്. എന്നെ ഒന്നും വിളിച്ചിട്ടൊന്നുമില്ല, എന്നെ വിളിക്കൂല പിള്ളേരാ. മര്യാദയ്ക്ക് വരാൻ പറ്റുമോ? എന്നാ പോവാ. ഉരുണ്ട് വരാഞ്ഞ ഭാഗ്യം. നീ ആകെ ക്ഷീണിച്ചു പോയല്ലോടാ. ഞാനോ? പിന്നെ ഹോസ്റ്റലില് ഫുഡൊക്കെ കഴിച്ച് ആകെ ക്ഷീണിച്ചു. ഇവനാ ക്ഷീണിച്ചു എന്ന് പറയണത്? പഴയ രൂപം എന്താണ്? നല്ല തക്കുടുവായിരുന്നേട്ടാ. എന്നെക്കാട്ട് കവളുണ്ടായിരുന്നു, ഇതൊക്കെ പോയി. ഇപ്പൊ നിന്റെ കുഞ്ഞമ്മയുടെ മോനാണെന്ന് പറയണ്ട, കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. അമ്മ വിളിക്കാറുണ്ടോ? വിളിക്കാറുണ്ട്, എന്നെ വിളിക്കും.
കൊറേ നാളായി വിളിച്ചിട്ട്. ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടി വിളിച്ചിട്ട് ഒരു സർപ്രൈസ് കൊടുക്കണം. വേണ്ട ചേച്ചി, അത് വേണ്ട. എന്താ അത് വേണ്ടാത്തെ? അമ്മയുടെ ഫോണ് കംപ്ലൈന്റ് ആയിരിക്കുക, വേണ്ട അത്. അല്ല ഇതാ ഇതാ ഇത് എന്റെ ഫ്രണ്ട് എബിൻ, ഇത് അമല്. ഇതല്ലേ നിന്റെ റൂമിലുണ്ടെന്ന് പറഞ്ഞേ? അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്താ നിങ്ങളുടെ വരവിന്റെ ഉദ്ദേശം? ഇപ്പൊ എന്റെ അളിയനെയും പെങ്ങളെയും കാണണമെങ്കിൽ എന്തെങ്കിലും പ്രത്യേകം പെർമിഷൻ വേണം. മോശമല്ലല്ലോ, നിന്റെ അളിയനെയും പെങ്ങളെ മാത്രം കണ്ടാ മതി, അമ്മൂമ്മയെ കാണണ്ടേ? സുന്ദരി അമ്മ പിന്നെ കാണണ്ടേ? ചുമ്മാ അമ്മ ഏതാണ്ട് പ്രോജക്റ്റ് ഉണ്ടെന്ന്. എന്ത് പ്രോജക്റ്റ്? പ്രോജക്റ്റ് ഈ വർത്തമാനകാലവും കൂട്ടുകുടുംബമായിട്ടുള്ള ഒരു വർത്തമാനകാലവും കൂട്ടുകുടുംബവും. നല്ലത് നിന്റെ അവിടെ അല്ലേ, നിങ്ങളും ഭയങ്കര കൂട്ടുകുടുംബല്ലേ? എന്നാലും ഇവിടെ ആകുമ്പോ ഒരു എന്താ നമുക്ക് എഴുതാനുള്ള ഒരു മൂഡ് കിട്ടും. ചുമ്മാ അവന് അങ്ങനെ ഇറങ്ങി നടക്കണം, അത്രേ ഉള്ളൂ. ബാ മോനെ. ക്ലീറ്റോ ചേട്ടനും കൂടി ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും. ഇത് സോറി ഏട്ടാ, അറിയാതെ പറ്റിപ്പോയതാ. എന്തുപറ്റി? അറിയാത്ത ആളുകളെ നിങ്ങൾ വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കടാ. ഉദ്ദേശം? ഇത് ജമന്തിയുടെ കുഞ്ഞമ്മയുടെ മോനാണ്. ഓഹോ. അപ്പൊ അവര് പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് എന്തോ പ്രൊജക്റ്റോ അങ്ങനെ എന്തോ ഉണ്ട്. അപ്പൊ 2-3 ദിവസം ഇവിടെ ഉണ്ടാവും പറഞ്ഞു. എന്താണ്ടായത്? എന്താ പ്രശ്നം? അതെ, ഇവരെല്ലാം കുഴപ്പക്കാരന്മാരാ. അളിയ ഞാൻ മേളിൽ കൂടെ നടന്ന് വരുമ്പോ ഒരു ബൈക്ക് കൊണ്ട് തന്നെ വട്ടം ചുറ്റിട്ടേ ആ സൗണ്ടൊക്കെ ഇട്ട് അങ്ങോട്ട് മൂപ്പിച്ചിട്ട് ഞാൻ എന്താ മര്യാദക്ക് പൊക്കടെന്ന് വെച്ചപ്പോ നീ അറിയാന്ന് പറഞ്ഞ തല്ലിയില്ലാന്നേ ഉള്ളൂ. ഇതൊന്നും വേണ്ട. ഓട്ടെ, പിള്ളേരല്ലേ. എന്ത് പിള്ളേര്? നമ്മളും പിള്ളേരായതല്ലേ ഇപ്പൊ വളർന്ന് ഇത്ര ആയത്. എടേ, നീ യവന്മാരെ പ്രായത്തിൽ എന്തൊക്കെ കസർത്തുകൾ കാണിച്ചിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്ത്? എന്താ ചെയ്യാത്ത? ആ സൈക്കിളായിട്ട് ആളുകളെ കൊണ്ടുപോയി കുത്തിച്ചിട്ടും തല്ലും പിടിയൊക്കെ എന്നും ഉണ്ടാവാറില്ലേ? അത് സൈക്കിളല്ലേ അളിയാ? സൈക്കിൾ പോലാണോ സ്കൂട്ടർ? പോട്ട്. പിന്നെ എന്തായാലും ആളി ഒന്ന് സൂക്ഷിച്ചോ, എല്ലാം വിളഞ്ഞ വിത്തുകളാണ്. സൂക്ഷിച്ചോ, നിനക്ക് കൊള്ളാം. നീ ചുമ്മാ പോ. ചുമ്മാ പോന്ന് പറയും. എനിക്കങ്ങോട്ട് അത്ര പന്തി തോന്നണില്ല. ഏട്ടാ, സമയായില്ല പോവാൻ. ഏട്ടാ വാ വാ, സമയായി. കൊള്ളാവടാ, നീ ഭയങ്കര ക്ഷീണിച്ചടാ ഇപ്പൊ. എന്താടാ ഇവൻ ചിരിക്കണേ? ഏട്ടാ, സമയായിന്ന്. കഴിക്കടാ അങ്ങോട്ട്. തുടങ്ങിയ എന്താ ദോശ നിങ്ങളെ കടിക്കുവോ? അവര് ഈ ഹോസ്റ്റലില് കഴിച്ച് കഴിച്ച് കുടലൊക്കെ ചുരുങ്ങി പോയി തോന്നണേ. അരിപ്പന്റെയോ? ഇവിടെ ഹോസ്റ്റലിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം മൊത്തം അവനെ കഴിക്കണത്. ഒന്നല്ല, അവൻ ആകെ ക്ഷീണിച്ചിരിക്കുക പാവം. എന്താ നിങ്ങളുടെ എന്ത് പരിപാടിയാ? എന്ത് പ്രൊജക്റ്റാ? അതായത് കൂട്ടുകുടുംബവും ആണ്. അപ്പൊ അതായത് ഇപ്പോഴെല്ലാം കൂട്ടുകുടുംബാണല്ലോ, പണ്ടൊക്കെ അണുകുടുംബാണല്ലോ. അതല്ല പഴയ കുളിമയൊക്കെ വെക്കുന്ന ടീംസില്ലേ, ഇപ്പൊ അല്ലെങ്കിൽ ചിതറി കിടക്കുമല്ലേ. പഴയ കാലത്താണ് കൂട്ടുകുടുംബവും, ഇപ്പൊ ആണെങ്കിൽ കുറവല്ലേ കൂട്ടുകുടുംബം. അതിനെ കുറിച്ചൊക്കെ അസൈൻമെന്റും. അല്ല, അതിനിപ്പോ ഈ കുടുംബം വെച്ച ആൾക്ക് ഇപ്പൊ ഇവിടെ എന്താണ്? അവരിപ്പോ കാണാനില്ലല്ലോ, അപ്പൊ അതെന്താണ് അങ്ങനെ ആയിപ്പോയെന്നുള്ളൊരു തിരക്ക്. അതിന് ഇവിടെ കുടുംബം വെച്ചവരാളുള്ളത്? ഇവിടെ കുടുംബം വെച്ച ഒറ്റ ആളുള്ളത്. ഇവിടെ ദേഷ്യം വരുമ്പോഴേക്കും ഇവിടെ കുടുംബം പഴയ കുടുംബി അല്ലേ? ഏട്ടാ, എനിക്കറിയാം ഇവരെന്തൊക്കെയാ പറയുന്നത്. അത് തന്നെ. അവര് പഠിക്കണ കാര്യങ്ങൾ പറയുമ്പോ ഏട്ടന് മനസ്സിലാവില്ല. ഏട്ടൻ KCB-ലെ 2 കാര്യം പറഞ്ഞു നോക്കിയേ, അവർക്കും മനസ്സിലാവൂല. വിശേഷം? ഓ, KCB-യുള്ള വിശേഷമൊക്കെ ഞാൻ നിന്നോട് പറയാൻ തുടങ്ങിയ. നിന്റെ വീട്ടിൽ വിളിച്ചില്ലേ? അവൻ സമ്മതിക്കണില്ല വിളിക്കാൻ. അതാ അത് അമ്മയ്ക്ക് സസ്പെൻഷൻ. അല്ല, അമ്മയ്ക്ക് ഞാൻ സസ്പെൻസ് കൊടുക്കാന്ന്. സസ്പെൻസ് ആണ് നേട്ടാ. നിങ്ങൾ പറയണതിൽ എന്തൊക്കെയോ കുഴപ്പങ്ങൾ തോന്നുന്നുണ്ടോ എനിക്ക്? എന്ത് കുഴപ്പം, പിള്ളേരല്ലേ. ഞാനും എൻ്റെ ആളും
ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. നീ ഒന്ന് നിർത്തിക്കേ നിന്റെ പാട്ടും കൂത്തും. എന്തുപറ്റി? നിന്റെ അളിയൻ എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. നീ പോടാ ചുമ്മാ അളിയനൊരു ചുമ്മാ പുള്ളിക്കാരൻ പറഞ്ഞ മൊത്തം നീ കേട്ടതല്ലേ? എന്ത്? ആ പുള്ളിക്കാരൻ പറഞ്ഞ നീ അതിന്റെ ഇടയ്ക്ക് കയറി പഴയ കാലം. നീ അതിലേക്ക് ഒരു കുടുമി പറഞ്ഞ പിന്നെ അളിയനെ സംശയിക്കായിരിക്കും. അത് വിടുന്നേ, അവ പറഞ്ഞ മൊത്തം നീ കേട്ടല്ലായിരുന്നു. അത് കഴിഞ്ഞ കാര്യമല്ലേ, വിട്ടേക്ക്. അതിന്റെ ഇടയ്ക്ക് സസ്പെൻഷൻ എന്നും പറഞ്ഞ് അത് നിനക്ക് റെഡിയാക്കി വിടുക പറഞ്ഞു. ചുമ്മാ നീ എന്നെ മാത്രം കുറ്റപ്പെടുത്തുന്നില്ല. എടാ നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന കാര്യം നിനക്കറിയാല്ല. ആ കോളേജിലെ കാര്യങ്ങൾ ഇവിടെ ആരെങ്കിലും അറിയാല അവസ്ഥ എന്താണ്? ഇനി നമ്മൾ എന്ത് പറഞ്ഞാലും 3 പേരും കൂടെ ആലോചിച്ച് പ്ലാൻ ചെയ്തിട്ട് മാത്രം പറഞ്ഞാൽ മതി. ഇതിന്റെ പ്രശ്നമില്ലല്ലോ. ഇതിന്റെ വീട്ടിലെ അമ്മ എങ്ങനെ അറിഞ്ഞണ്ടല്ലോ? നിന്റെ വീട്ടിലെ കാര്യം മാത്രമല്ല ഞങ്ങളുടെ വീട്ടിലെ കാര്യം അത് തന്നെ. നമ്മളിപ്പോ എന്ത് കാര്യം പറഞ്ഞാലും ഒരു പ്ലാനിങ് വേണം. അല്ലാതെ കിടന്ന് ചുമ്മാ നമ്മൾ വളരെ സൂക്ഷിച്ചാണ് ഇനി എന്തും പറയാൻ. എന്തുവാ മക്കളെ അവിടെ? ഒന്നുമില്ല, നമ്മളിങ്ങനെ വെറുതെ പാട്ടൊക്കെ പാടി കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെറുതെ. എന്തെങ്കിലും കഴിച്ചായിരുന്നാ? കഴിച്ചു. കണ്ട നമ്മൾ പക്ക കെയർഫുൾ ആയിരിക്കണം. ഇവിടെ അങ്ങനെ ആരെങ്കിലും നമ്മൾ വന്നിരിക്കുന്ന കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. എന്ന് തുടങ്ങി ക്ലീറ്റോ ശീലം? കഴിഞ്ഞ ഞാനൊരു മീറ്റിങ്ങിന് പോയില്ലേ പാർട്ടിയുടെ, ആ മീറ്റിങ്ങിന് പാർട്ടി പ്രസിഡന്റാ പറഞ്ഞു. നിങ്ങൾ ഇങ്ങനെ തോന്നിയാസത്തിന് നടക്കാൻ വേണ്ടിയിട്ടുണ്ടോ ഈ മീറ്റിങ്ങിന് പോണത്? നിങ്ങൾക്ക് ഇവിടെ ഒരു കൊച്ചു വളർന്നു വന്നത് അറിയാൻ പാടില്ലേ? അവളിങ്ങനെ തോന്നിയാസം നടക്കുകയാണെങ്കിലോ, അവളുടെ കെട്ടിയാനാണ് ഇത് കാണിക്കണമെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ആരോട് പോയി പറയും? എന്റെ കർത്താവ്, കട്ടൻ ചായയും കപ്പലണ്ടി മിഠായി കഴിച്ചാൽ എന്താണ് കുഴപ്പം? അതെന്ത് ശീലത്തിന്? ആ ശീലത്തിന് എന്താണ് ഒരു കുഴപ്പം? അയ്യോ, ഇതാണ് ശീലം. ഇതിപ്പം ഇത് രണ്ടും കൂടെ കഴിച്ചാലേ ബുദ്ധി വികസിക്കുമെന്നും പറഞ്ഞിട്ട് ഒരു അമേരിക്കയിൽ ഒരു ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചു. അപ്പൊ അങ്ങനെ പ്രസിഡന്റ് പറഞ്ഞ് നമ്മുടെ പാർട്ടിയിൽ എല്ലാവരും ശീലമാക്കാൻ. ഇതിപ്പോ എന്തിനാ തിന്നണേന്നുള്ളത് എനിക്കറിയാം. എന്തിന്? നിങ്ങൾക്കറിയില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഇത് എന്തൊരു കഷ്ടമാണ്. മനുഷ്യന് പാർട്ടിയിൽ പുതിയ ആശയങ്ങളൊക്കെ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പ്രസിഡന്റ് പറഞ്ഞ എല്ലാ അണികളും ഇത് ശീലമാക്കണം. അല്ലാതെ ഇതല്ല കാര്യം. ഇതിന്റെ മണം അടിക്കാതിരിക്കാൻ വേണ്ടിട്ടല്ലേ ഈ മാതിരി വേഷം കെട്ട് കാണിക്കണ ഇവിടെ? ഇത് ആനമുട്ട കണ്ടിട്ടില്ലേ? സിഗരറ്റ് കുറ്റി നീ വലിയ തുടങ്ങിയോ? നിനക്ക് എന്താണ് ഇപ്പൊ വേണ്ടത്? ഇതെന്തിനാണ് ഇത് ചെയ്യണേന്നുള്ളത് എനിക്ക് ഇപ്പൊ അറിയണം. ഇതുവരെ ഇല്ലാത്ത ശീലം. എന്റെ കർത്താവേ, അത് ചെയ്തവരോട് ചോദിക്ക്. അത് ചെയ്ത ആളോടെ ഞാൻ ചോദിക്കണേ. ക്ലീറ്റോ, നിങ്ങൾ വല്ലപ്പോഴും കള്ളുകുടിക്കുമെന്ന് എനിക്കറിയാം. അത് പിന്നെ പോട്ടെ, എനിക്ക് എന്നെ കൊണ്ട് നിർത്താൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഇപ്പൊ അടുത്ത ശീലം തുടങ്ങി. ഇക്കണക്കിന് നിങ്ങളെ പോണ വഴിയൊക്കെ ഞാൻ നിങ്ങളുടെ പുറകാരേണ്ടി വരുമല്ലോ. തോന്നിയാസം നടക്കണോ? ഇത് ഈ കുടുംബത്തിൽ പറ്റൂല. ഇത് എന്തൊരു കഷ്ടമാണിത്. കഷ്ടം തന്നെ. എന്റെ ക്ലീറ്റോ, ഈ സാധനത്തിന്റെ നാറ്റം. നിങ്ങൾ അടുത്തൊരു മനുഷ്യൻ വരും. നിങ്ങളൊരു പാർട്ടിക്കാരനല്ലേ ക്ലീറ്റോ? തങ്ക, ഞാൻ ഇതൊന്നും വലിക്കത്തില്ല, നിനക്കറിയത്തില്ലേ? ടി വിയിൽ ഒരു പരസ്യം വരുമല്ലോ, ശ്വാസകോശം പോഞ്ച് പോലെയാണ്. അത് കണ്ടേ പിന്നെ ഇതിന്റെ അടുത്തോട്ട് പോകാൻ തന്നെ എനിക്ക് വേണ്ടി. ഞാൻ വലിക്കുന്നവരോട് ഇത് വലിക്കരുതെന്നാ പറയാറ്. അയ്യോ, മോനൊക്കെ പറയാറുണ്ടോ? ഈ സാധനം എങ്ങനെ നമ്മുടെ വീടിന്റെ പുറകെ വന്ന് എനിക്ക് അത് മാത്രം അറിഞ്ഞാൽ മതി. ഉള്ള സത്യം മണിയായിട്ട് പറഞ്ഞോ. ഇത് എന്തൊരു കഷ്ടമാണ്. ഇതിനെന്തെങ്കിലും സംസാരിക്കാൻ പറ്റിയ അതിനോട് ചോദിക്കായിരുന്നു. ഇത് ഞാനല്ല തങ്കം. അല്ല, ഈ വീട്ടിൽ ആണായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തോ. ആ വണ്ടി അങ്ങോട്ട് പോവണ്ട. അവൻ അത് ചെയ്യൂല. അവനത് ചെയ്യൂല. എന്റെ കർത്താവേ, ലോകത്ത് ഇതുപോലെ വേറൊരു ഭാര്യം കാണൂല. എന്തൊരു കൊള്ളരുതായി വേണ്ടാലും അത് ആ കെട്ടിയോനാ ചെയ്തേക്കണേ. ഭയങ്കര മതിപ്പാ നിനക്ക് കെട്ടിയോനെ കേട്ടോ. അതെ, അങ്ങനെയാണല്ലോ എനിക്ക് കിട്ടിയേക്കണ അനുഭവം. കൂടുതൽ ഇങ്ങോട്ട് പറയണ്ട. ഇത് നിങ്ങൾ വലിച്ചതാണെന്ന് എനിക്കറിയാം. ഇനി ഈ സാധനം ഈ പറമ്പിൽ നിന്ന് എവിടെന്നെങ്കിലും കിട്ടിയാ ചോറിന് ഞാൻ കുറച്ച് വായിൽ വെച്ച് തരും. വിഷമം വെച്ചിട്ട് അതിൽ ഉരുട്ടി ഇരിക്കുക. അതും ചെയ്യും ഞാൻ. അതിലും നല്ലത്. അതും ചെയ്യും. എങ്ങനെ ഈ വീട്ടിൽ ജീവിക്കുമെന്ന് ഒരു രീതിയിൽ മനുഷ്യന് സ്വസ്ഥത തരില്ല എന്ന് പറഞ്ഞ് അപ്പൊ അതാണ് സംഭവം. ഇവിടെ ഇരിക്കായിരുന്നു. അതെ, ഇത് തീക്കളിയാണ്. എന്ത് അളിയാ, നീ ഇവിടെ ഒരു 3 കൊണ്ട് ഇട്ടിട്ടുണ്ടല്ലോ. ബോംബാണത്, ബോംബ്. ഏത് നിമിഷവും പൊട്ടുപൊളിയാ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അത് സാധാരണ പിള്ളേരല്ല. നീ എന്താ കാര്യം എന്ന് പറയണ്ടേ ക്ലീറ്റസ്? അല്ലാണ്ട് ഞാൻ എങ്ങനെ മനസ്സിലാക്കാനാണ്? എൻ്റെ അളിയ,
നീ ഞാനൊക്കെ ഏത് പ്രായത്തിലാണ് എത്തിപ്പോരെ ഇതൊക്കെ കഴിച്ചു തുടങ്ങിയത്? അത് ഇപ്പോൾ ഇത്ര ആയിട്ടല്ലേ? അതുപോലും നമ്മൾ രഹസ്യമായിട്ടൊക്കെ അല്ലേ ചെയ്യണത്? ഇത് പരസ്യമായിട്ട് അവിടെ നിന്നോട് വീഡിയോ ചോദിച്ചാ? എന്നോട് ചോദിച്ചാൽ അടിച്ച് ഞാൻ കാരണം കളിയാ വലിച്ചിട്ടേ വീടിക്കുറ്റി ഇതേ സിഗരറ്റിൻ്റെ കുറ്റി എൻ്റെ വീടിൻ്റെ ബാക്കിലിട്ടേക്കും. അതും എടുത്തോണ്ട് വന്ന് തങ്ക ഇനി എന്നെ പറയാനൊന്നുമില്ല, ഞാൻ ഈ പുതിയ ശീലം തുടങ്ങിയോന്ന്. ഇത് അവന്മാർ തന്നെ അല്ലാതെ നീ വലിച്ചോ? അല്ലല്ലോ, ഞാൻ തൊട്ടിട്ട് പോലുമില്ല. ഞാൻ ഇന്നലെ വീടിൻ്റെ പിന്നാമ്പുറത്ത് കൂടെ പോയി നോക്കിയ സമയത്തേ ആ എനിക്ക് എന്തോ ഒരുമാതിരി കഞ്ചാവിൻ്റെ മണം പോലെ ഇങ്ങനെ വരുന്ന പോലെ തോന്നിയതല്ല, അത് തന്നെ. ഈ കഞ്ചാവാണോ സിഗരറ്റ് ആണോ എനിക്ക് അറിഞ്ഞൂടാ. ഞാനൊരു ജമന്തിയുടെ അടുത്ത് പറയുകയും ചെയ്തു, എടി ഇങ്ങനെ എന്തോ ഒരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഒന്നുമില്ല ഏട്ടനെ തോന്നുന്നു പറഞ്ഞിട്ട് ഉളങ്ങി വിട്ടു. എനിക്ക് പിന്നെ നോക്കാനൊന്നുമില്ല, അത് തന്നെ. പക്ഷെ ഇവന്മാരെ നമ്മളെങ്ങനെ സംശയിക്കും? എന്താ സംശയിച്ചാൽ എന്താ കുഴപ്പം? എന്താണ് കുഴപ്പം? എന്താണ് അളിയാ? ഇപ്പോഴത്തെ പിള്ളേരെ ഒന്നും നമുക്ക് അങ്ങനെ വിധി എഴുതാൻ പറ്റില്ല. ഏട്ടാ 3ാം ക്ലാസ്സിൽ പഠിച്ച് 3ാം ക്ലാസ്സിൽ ഫുൾ മാർക്ക് കിട്ടിയതിന് ബിയർ മേടിച്ച് കുടിച്ച പിള്ളേരാ നമ്മുടെ നാട്ടിലിപ്പോൾ ഉള്ള. ആഘോഷിച്ച് പിന്നെ ഇവനെയൊക്കെ പറയേണ്ടി വരുമോ? ഇതും ചെയ്യും, എൻ്റെ അപ്പുറവും ചെയ്യും. എന്തെങ്കിലും ആട്ടെ, 2 ദിവസം കഴിഞ്ഞ് അങ്ങ് പോവുമല്ലോ. 2 ദിവസം കൊണ്ട് അളിയനെ നല്ല ഏണി ചിലപ്പം വരാം. എന്നെ പോലെ ഒരു പ്രമുഖനും കുടുംബം ഇവിടെ താമസിക്കണമെന്ന കാര്യം മറക്കണ്ട. എന്തേലും പേര് ദോഷം ഉണ്ടായി കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ നാറും. അതുകൊണ്ടാണ് ഞാൻ ഈ പറയണേ. സൂക്ഷിച്ച അളിയന് കൊള്ളാം കേട്ടോ. ഞാൻ പറയാനുള്ളത് പറഞ്ഞതേ ഉള്ളൂ, ഇല്ലെങ്കിൽ എല്ലാം അനുഭവിച്ച് പഠിക്കാം. ആ മുടി കെട്ട, ഇത് വിരിച്ചിട്ടുണ്ടാട്ടെ. അതെ ജവന്തി, ആ പയ്യന്മാര് വലിയൊരു ചൊവ്വില്ല തോന്നുന്നുട്ടോ എനിക്ക്. എന്താ അവർക്ക് കുഴപ്പമെന്താ? എന്താന്ന് കുഴപ്പം? നമ്മുടെ വീട്ടിലാരും സിഗരറ്റ് വലിക്കണവരില്ലല്ലോ. ഇല്ല, ക്ലീറ്റസും വലിക്കില്ല, ഞാനും വലിക്കില്ല. അതുകൊണ്ട് പക്ഷെ നമ്മുടെ വീടിന്റെ പുറത്ത് സിഗരറ്റ് കുറ്റി കണ്ടുവന്ന് ക്ലീറ്റസ് പറഞ്ഞതിൻ്റെ അടുത്ത്. അയ്യോ, വലിയ സംഭവമായി പോയി. ഒന്ന് പോയേട്ടായിരുന്നു. പിന്നെ അവര് വലിക്കാൻ പോവല്ലേ? എന്നാലും അവന്മാർ എന്തോ ഒരു കുഴപ്പക്കാരാന്ന് തോന്നുന്നു എനിക്ക്. ഏട്ടാ എന്താ കുഴപ്പം? അത് ചെറിയ പിള്ളേരാ, പിന്നെ സിഗരറ്റ് ഒന്നും വലിക്കൊന്നുമില്ല അവര്. അല്ല, അവര് പ്രൊജക്ട് എന്ന് പറഞ്ഞ് വന്നിട്ട് ഇപ്പൊ ഇതുവരെ ഒന്നും ചെയ്ത് കാണുന്നില്ലല്ലോ. അതിന് ഏട്ടൻ അവരുടെ കൂടെ പോയിരുന്നോ? ഇല്ലല്ലോ. അവര് 24 മണിക്കൂർ ഇതിനെ പറ്റി ചർച്ചയാ. അവരുടെ ചർച്ച എന്ത്? അല്ല, എന്തെങ്കിലും എഴുതുകയോ വായിക്കുകയോ പിടിക്കുകയോ അങ്ങനെയൊക്കെ വേണ്ടേ? അതൊന്നും കാണാനില്ല, അതാ ഞാൻ പറയണേ. ഏട്ടൻ വിചാരിക്കണ പോലെ ആയിരിക്കോ? അവരങ്ങനെ ചർച്ച ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണതായിരിക്കും പ്രോജക്റ്റ്. അല്ല, ക്ലീറ്റസ് പറഞ്ഞേ എന്തെന്ന്? അവന്മാർ അത്ര ശരിയല്ല, കുഴപ്പക്കാരാണെന്ന്. അല്ലെങ്കിൽ ക്ലീറ്റോ ചേട്ടൻ ആരെ പറ്റിയാ നല്ലത് പറയണേ? ഇതുവരെ നല്ലത് എന്തെങ്കിലും പറയാറുണ്ടോ? ഇല്ലല്ലോ. ഇതിപ്പോ നമ്മൾ പഠിക്കുമ്പോഴത്തെ പോലെയൊന്നും അല്ല. പുതിയ പിള്ളേരല്ലേ, അവർക്ക് അങ്ങനെയൊക്കെ ആയിരിക്കും പ്രോജക്റ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പിന്നെ അവൻ അമ്മോട് വിളിക്കണ്ടെന്ന് പറഞ്ഞത്. അതെന്താന്നാ ഞാൻ ചോദിച്ചു. അവൻ്റെ അമ്മയുടെ ബർത്ത്ഡേ വരുന്നുണ്ട്. അപ്പൊ ഏതാണ്ട് സസ്പെൻസ് ആണത്രേ. അതിന് നമ്മളൊക്കെ ഉണ്ടെന്ന് ആ സസ്പെൻസിൽ. അതുകൊണ്ടാ വിളിക്കണ്ടെന്ന് പറയണേ, അല്ല വേറൊന്നുമില്ല. അവന്റെ പെരുമാറ്റത്തിൽ തന്നെ ഒരു പന്തി കേട്ടുണ്ട് കേട്ടോ. ഏട്ടനിപ്പൊ എന്താ ആ ചെറുക്കൻ ഇവിടെ 2 ദിവസം വന്ന് നിൽക്കണേനാണോ? അത് ഇഷ്ടപ്പെട്ട് കാണില്ല, അതിന് ഓരോ കാരണം കണ്ടുപിടിക്കണം. അതൊക്കെ പറയാൻ തർക്കിക്കാൻ നിൽക്കേണ്ടി ഒരു കാര്യം ചെല്ലിട്ട് പോയി കിടക്കാം. അവനിവിടെ വന്നപ്പോ തൊട്ട് പറയണതാ വീട്ടിലേക്ക് വിളിക്കണ്ടെന്ന്. ഞാൻ ഓർത്ത ഇത് ഇത്ര വലിയ സംഭവമാണ്. ഭാഗ്യ ഏട്ടൻ നിർബന്ധിച്ചിട്ട് ഇപ്പോഴെങ്കിലും ഒന്ന് വിളിച്ച് ചോദിക്കാൻ തോന്നിയത്. അമ്മ, ഇവന്മാർ ഇവിടെ കാല് കുത്തി അന്ന് ഞാൻ കനകൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് 3 കുഴപ്പക്കാരാണ്, ഇവിടെ നിർത്തണം നല്ലതല്ല, നമുക്ക് ദോഷമാണ്. എന്ത് പറയാനാ, എനിക്കൊരു സംശയം ഇല്ലായിരുന്നു. ഒന്ന് എവിടെ ആങ്ങളെയും കൂടെ അല്ലേ, അപ്പൊ പിന്നെ നമുക്ക് സംശയിക്കാൻ ഒക്കുവോ? പക്ഷെ ഞാൻ ഇന്ന് ചോദിച്ചു, മക്കളെ ആ ചായപ്പിൽ നിങ്ങൾ അവിടെ എന്തോ ചെയ്യുന്നു? ഇല്ല, ഞങ്ങള് അവിടെ പാടി പറഞ്ഞ്. ഇത് കേട്ടപ്പോഴേ എനിക്ക് സംശയം തോന്നി, അവന്മാരുടെ പെരുമാറ്റത്തിൽ എന്തോ തരികിടയുണ്ടെന്നുള്ളത്. അമ്മ, യുവമാർ എന്തിനു വന്നേന്നാ നമ്മളെ അടുത്ത് പറഞ്ഞേ? പ്രോജക്റ്റ് അതൊന്നും അല്ല. സംഭവം എന്താണെന്നറിയാമോ? കഞ്ചാവ് അടിച്ചിട്ട് വേറെ പിള്ളേരെ എടുത്തിട്ട് ഇടിച്ച് അങ്ങനെ കോളേജിൽ നിന്ന് ഒരാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തേക്കുക. ഇതൊക്കെ ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടണ ക്ലീറ്റോ? ഇത്തിരിയില്ലാത്ത മക്കള് കണ്ടാ പറയോ? തന്തയും തള്ളി എന്ത് വിശ്വസിച്ച് വീട്ടിലിരിക്കും? ഈ സാധനം ഉണ്ടല്ലോ, അതാണ്ട ഇത് വലിച്ച് ലഹരി തലയ്ക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ല. വന്നതിൻ്റെ അന്ന് ഇവന്മാരെ ഈ 3 കൂടെ ബൈക്ക് എണ്ണയിട്ട് വട്ടം ചുറ്റി ഇടിച്ചിടാൻ നോക്കി. അതല്ലേ പിന്നെ എന്ത് ഇവന്മാർക്ക് ഒന്നും നോക്കാനില്ലമ്മ. ഇതൊക്കെ ഇവനെയൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുക വേണ്ടുന്നത്. അങ്ങനെയൊക്കെ ചെയ്ത ഒന്നും മിണ്ടാതിരിക്കും. നിനക്ക് അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. അതിരിക്കും.
അങ്ങനെയൊക്കെ പോയാൽ അതിന്റെ പിന്നാലെ പോയാൽ പിന്നെ നമ്മുടെ കുടുംബത്തിന് നാണക്കേട്. ആ ഒറ്റ കാര്യമാണ് ഞാനും. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റൂന്ന് ആലോചിക്കും, വെറുതെ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയാതെ. കുഞ്ഞമ്മ വന്നവര് അവരെ പുറത്തേക്ക് വിടരുതെന്ന് ഏട്ടൻ പറഞ്ഞേക്കണേ. എപ്പോ വരുമെന്നാ പറഞ്ഞിരിക്കുന്നത്? ഇപ്പൊ വരും. ഓ, അതിനിടയ്ക്ക് ഒരുത്തിക്ക് എന്നെ സംശയം. പേരുദോഷം പറഞ്ഞ വഴി നോക്കണം അമ്മ. ഇത്ര ഇല്ലാത്ത പിള്ളേർ ഇങ്ങനെയൊക്കെ കാണിക്കും എന്നുള്ളത് എനിക്കറിയാമോ? ഇപ്പൊ ബോധ്യമായല്ലോ. സിഗരറ്റ് കുറ്റി എടുത്തോണ്ട് യവന്മാർ അവിടെ വലിച്ചിട്ടാ ഞാൻ വലിച്ചെന്ന് പറഞ്ഞു ഇവള്. പക്ഷെ സത്യമായിട്ട് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുള്ള. നീ ഇരുന്ന് ആദ്യം പിടിച്ചിട്ട് എന്താ കാര്യം? പിള്ളേരുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഇനിയെങ്കിലും പഠിച്ചിരുന്നോ ഇതൊക്കെ? നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ നാട്ടിൽ നീ ആ നടന്നുകൊണ്ടിരിക്കുന്നത്. കനകനെ ഒന്ന് വിളിച്ചേ, എവിടം വരെ ആയിന്ന് ചോദിക്കേ. പിള്ളേരെ ഇതൊക്കെ ഓരോന്നിനും വളർത്തിക്കൊണ്ട് അവരെപ്പോ വരും? ദേ വന്നെന്ന്. വെറുതെ ബഹളത്തിന് നിൽക്കണ്ട, പതുക്കെ നല്ലോണം പറഞ്ഞാൽ കൂട്ടിക്കൊണ്ട് പോയാൽ മതി കേട്ടോ. അതെ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നത്? ഇങ്ങനെ ഒരുത്തനെ തീറ്റി പോറ്റാൻ അമ്മമാരെന്തിനാണ് കുറ്റം പറയുന്നത്? ഒരു പരിധി വരെയല്ലേ അമ്മമാരെ കൊണ്ട് വെക്കുവോ? അല്ല പിന്നെ അത് കഴിഞ്ഞ് എടാ അടയ്ക്കയായാൽ മടിയിൽ വെക്കാം, അടയ്ക്കാമരായാൽ എന്തോ ചെയ്യാൻ നോക്കും. മുറിച്ച് മാറ്റണം. കുഞ്ഞമ്മ വഴക്കൊന്നും പറയണ്ട, അവനകത്തുണ്ട്. വീട്ടിലായിരുന്നപ്പോ എങ്ങനെയായിരുന്നു ചേച്ചി? ഇങ്ങനെ അലമ്പായിരുന്നോ കൊച്ച്? കുറച്ച് നാൾ കൊണ്ട് ഇങ്ങനെ സമയത്ത് വീട്ടിൽ വരാറില്ല. പൈസയൊക്കെ ഇടക്കിടക്ക് ചോദിക്കാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമ്പോഴൊക്കെ കൊടുക്കുകയും വേണം. കൊടുക്കണം. അങ്ങനെ തന്നെ നിങ്ങളൊക്കെ തന്നെ ഇവനെയൊക്കെ പാഴാക്കണത്. വീട്ടിലെ കുട്ടീശ്വരം ഉണ്ടാക്കും, അതായിരിക്കും കൊടുക്കുന്നത്. വളർന്നു വരുന്ന പിള്ളേര്. വിളിച്ചവന്മാരെ എവിടെ എവിടെ? അകത്തുണ്ട്. ഇതിനെ ആദ്യം പിടിക്കണ്ട. ഇതൊന്നേ അതെ, ഈ കുടുംബ ബന്ധത്തെ കുറിച്ച് നിങ്ങൾക്ക് പ്രോജക്റ്റ് ഉണ്ടാക്കാനേ കുടുംബ ബന്ധം നല്ല ഇതൊക്കെ പറഞ്ഞു തരാൻ പറ്റിയ ഒരാളെ ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അറിയാമോ? നിന്നെ വളർത്തിയത് നീ പഠിക്കാൻ തന്നെയാടാ പോയത്? ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് വളർത്തിയതെന്ന് നീ ചിന്തിച്ചുട്ടാ? ഇതിനാണോടാ നിന്നെ വളർത്തിയത്? പറയണ, നിനക്ക് അമ്മയോട് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇത് കാണുകയായിരുന്നു. മക്കളെ, നിങ്ങളെ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ. അവർ തെറ്റ് കാണിച്ചാലും നിങ്ങളല്ലേ പറഞ്ഞ് തിരുത്തി കൊടുക്കേണ്ടത്? പോടാ, നീ ഇനി പഠിക്കാനും പോണ ഒന്നിലും കൂടെ വാ വീട്ടിൽ. കൊടുക്കട്ടളിയാ, അവർക്ക് അവരെ വിഷമം പിന്നെ തീർക്കണ്ടേ? ഇതിനെ വന്നത് വന്നു, ഇനി അതിനെപ്പറ്റി നമ്മളൊന്നും ആലോചിക്കണ്ട. എടാ, എന്തൊക്കെ പ്രതീക്ഷയിലാണ് നിന്നെ അമ്മ കോളേജിൽ വിടുന്നത് അല്ലേ? നിനക്കാണെങ്കിൽ അച്ഛനില്ല. നീ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം അമ്മ നടത്താതിരുന്നിട്ടുണ്ടോ? നീ ബൈക്ക് എന്ന് പറയുമ്പോൾ ബൈക്ക്, സിനിമയ്ക്ക് പോകണമെന്ന് പറയുമ്പോൾ ഇതിനൊക്കെ പൈസ തരുന്നതല്ലേ? ഇത് എവിടുന്ന ഉണ്ടാവണമെന്ന് നീ ആലോചിക്കണ്ടേ? വേണ്ടേ? വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തു ആവാന്നാണോ? ഇതൊക്കെ അങ്ങ് മറക്കുക. ഇനി കഞ്ചാവ് കേസിലും ഇതിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് എന്താ നിനക്കറിയാമോ? അറിയാമോ? ഇത് നിങ്ങളോടും കൂടി പറയുന്നതാണ്. മക്കളെ, അമ്മമാരുടെ പ്രതീക്ഷയാണ് മക്കള്. നിങ്ങൾ 3 പേരും കൂടെ കേൾക്കാനാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ ഇനിമേൽ ഇത് ആവർത്തിക്കരുത്. പഠിച്ച് നല്ല മിടുക്കന്മാരായി ഉദ്യോഗം വാങ്ങിച്ച് അമ്മമാർക്ക് വാരിക്കോരി കൊടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നാട്ടുകാരെ ഒന്ന് കാണിക്കണം, എൻ്റെ മക്കള് ഇതാണ് എൻ്റെ മോൻ, ഇതാണ് എൻ്റെ മോൻ എന്ന് നിങ്ങൾ ഓരോരുത്തരെയും അമ്മമാർ പറയണം. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. മേലിൽ 3 പേരും ഇത് ആവർത്തിക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും ഇത് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ അവരെയും പറഞ്ഞ് വിലക്കണം. അതാണ് വേണ്ടിയത്. കൂട്ടുകെട്ട് ആവശ്യമാണ്. മക്കളെ, പറഞ്ഞൊക്കെ മനസ്സിലായല്ലോ? അമ്മയുടെ ദുഃഖം കണ്ടാ നീ ചെല്ല്, അമ്മയുടെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കും, മേലിൽ ആവർത്തിക്കത്തില്ലെന്ന്. ഇനി ഉണ്ടാവില്ല. Versus Alien.